എല്ലാവർക്കും ഇന്നത്തെ USS ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് പേപ്പറിൻ്റെ കടക്കുന്നതിന് മുമ്പ് എന്താണ് USS എക്സാമിൻ്റെ ഒരു ജനറൽ പാറ്റേൺ എന്ന് നമുക്കൊന്ന് നോക്കാം. USS എക്സാമിന് 2 പേപ്പറുകളാണ് ഉണ്ടാവുക, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1-ൽ 3 പാർട്ട് ഉണ്ടാകും. പാർട്ട് A ഫസ്റ്റ് ലാംഗ്വേജ്, പാർട്ട് B മലയാളം സെക്കൻഡ്, പാർട്ട് സി മാത്തമാറ്റിക്സ്. ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 15 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബി മലയാളം സെക്കൻഡിൽ 15 ചോദ്യങ്ങൾ ഉണ്ടാവും, എന്നാൽ 10 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. പാർട്ട് സി മാത്തമാറ്റിക്സിൽ 20 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 20 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. ഓൾ ടുഗദർ ഇവിടെ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 45 എണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. പേപ്പർ 2-ലും ഇതേപോലെ 3 പാർട്ടുകളുണ്ട്. പാർട്ട് എ ഇംഗ്ലീഷ്, പാർട്ട് ബി സയൻസ് ആൻഡ് പാർട്ട് സി സോഷ്യൽ സയൻസ്. ഇംഗ്ലീഷിൽ നിന്ന് 15 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 15 ചോദ്യങ്ങളും ഉത്തരം എഴുതേണ്ടതാണ്. സയൻസ് ഭാഗത്ത് നിന്നും 20 ചോദ്യങ്ങൾ ഉണ്ടാവും. 20 ചോദ്യങ്ങളിൽ നിന്ന് 15 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. പാർട്ട് സി സോഷ്യൽ സയൻസിൽ നിന്നും 20 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിൽ നിന്ന് 15 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഓൾ ടുഗദർ ഇവിടെ 55 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 45 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആകെ 90 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് പേപ്പറിലേക്ക് കടക്കാം. എന്തൊക്കെ ചോദ്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് ഇംഗ്ലീഷ് പേപ്പറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? മുന്നേ പറഞ്ഞു, ഇംഗ്ലീഷിൽ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ ചോദ്യങ്ങൾ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, 2 ഗ്രാമർ ക്വസ്റ്റ്യൻ. കോംപ്രിഹെൻഷൻ പാർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരു പ്രോസ് പീസോ ഒരു പോയത്തിൻ്റെ പീസോ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഉത്തരം കോംപ്രിഹെൻഷൻ പാസേജിൽ നിന്ന് കണ്ടെത്തുക. ഇതാണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാറ്റഗറി ഗ്രാമർ ക്വസ്റ്റ്യൻ, പ്യുവർലി ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏകദേശം 8ഓളം ചോദ്യങ്ങളാണ് ഗ്രാമർ പോർഷനിൽ നിന്ന് ഉണ്ടാവുക. ഏകദേശം 7ഓളം ചോദ്യങ്ങളാണ് കോംപ്രിഹെൻഷൻ പാർട്ടിൽ നിന്ന് ഉണ്ടാവുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. എന്നിരുന്നാലും ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് ചോദിക്കുക. ഇനി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മളുടെ പഠനത്തിനെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് മുന്നത്തെ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2018 നടന്ന USSൻ്റെ ഇംഗ്ലീഷ് പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇംഗ്ലീഷ് പേപ്പർ വരുന്നത്. അതിനുശേഷമുള്ള സെഷനുകൾ നമുക്ക് ഓരോ ഭാഗവും ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കോംപ്രിഹെൻഷൻ പാസേജോട് കൂടിയാണ്. ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. The question is like this. Questions 1 to 4. Read the following passage and select the correct answer for the questions after it. Passage വായിക്കാം. I used to collect the paper and run around Rameshwaram town and be the first one to distribute the newspapers in the town. My elder cousin brother was the agent who went away to Sri Lanka in search of better livelihood. After distribution, I used to come home at 8 a.m. My mother will give me a simple breakfast with a special quota compared to other children because I was studying and working simultaneously. After school gets over in the evening, again I will go around Rameshwaram for
for collection of dues from the customers. I still remember an incident which I would like to share with you. As a young boy, I was walking, running, and studying all together. One day, when all my brothers and sisters were sitting and eating, my mother went on giving me chapatis. Even though we are rice eaters only, wheat was ration. When I finished eating, my elder brother called me privately and scolded. Kalam, do you know what was happening? You went on eating chapati and mother went on giving you. She has given all her chapatis to you. At this difficult time, be a responsible son and do not make your mother starve. First time I had a shivering sensation and I could not control myself. I rushed to the kitchen and hugged her. കലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വിവരിക്കുന്ന ഒരു പാസേജ് ആണിത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. Question number 1. What made Kalam realize about his mother's starving? Option A, leaving of cousin brother. Option B, mother's hug. Option C, ration to wheat. Option D, brother's scolding. So the correct answer is option D, brother's scolding. Question number 2. The passage mainly refers to option A, sister. Option B, elder brother. Option C, cousin brother. Option D, mother. So the correct answer is option D, mother. Question number 3. Which is a synonym of the word simultaneously given in the passage? Option A, together. Option B, get over. Option C, at the same time. Option D, go round. So the correct answer is option C, at the same time. Question number 4. This passage is an example for option A, profile. Option B, biography. Option C, autobiography. Option D, description. So the correct answer is option C, autobiography. ഇതോടുകൂടെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയാണ്. ഇനി വരുന്ന ചോദ്യങ്ങൾ കുറച്ചെണ്ണം ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. See question number 5. He is a son in my mind. This figure of speech used here is a option A, simile. Option B, metaphor. Option C, imagery. Option D, alliteration. So the correct answer is option B, metaphor. Question number 6. Which one is the correct form? Tense based la oru question aanadu. Options: the trees gives us fresh air. Option B, the trees given us fresh air. Option C, the trees give us fresh air. Option D, the trees have been given us fresh air. So the answer is option C, the trees give us fresh air. Question number 7. They were happy dash the company dash each other. Preposition in the ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണിത്. Question again. They were happy dash the company dash each other. Options: option A, of, in. Option B, with, of. Option C, in, for. Option D, of, with. So the correct answer is option B, with, of. They were happy with the company of each other. Question number 8. How will you request your friend in a situation to give you a company? Option A,
Could you give please? Option B. Would you mind if I ask your help? Option C. Please let me know if you come or not. Option D. Kindly allow me to go. So the correct answer is option C. Please let me know if you come or not. Question number 9. Choose the suitable one from the following to get the meaning of put on. ഫ്രേസൽ വെർബുകളുടെ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണിത്. Question again. Choose the suitable one from the following to get the meaning of put on. Options. Option A, to wear clothes. Option B, to go somewhere. Option C, to speak something. Option D, to place an object. So the correct answer is option A, to wear clothes. Question number 10. Which word is correctly spelled? Territories എന്ന വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ TERRITORIES. ഓപ്ഷൻ ബി TERRITTORIES. ഓപ്ഷൻ സി TERRITERIES. ഓപ്ഷൻ ഡി TERRITARIES. So the correct answer is option A, TERRITORIES, territories. Next question. Fill in the blanks with the most appropriate usage given below. One word കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. Question number 11. A person who lives alone and away from the society can be called dash. Option A, hermit. Option B, beggar. Option C, tourist. Option D, wanderer. The correct answer is option A, hermit. Question number 12. He was suspended from his duties because he dash. Options. Option A, did a mistake. Option B, committed a mistake. Option C, made a mistake. Option D, done a mistake. Both option B and C are correct here. Option B, committed a mistake. Option C, made a mistake. രണ്ടും ശരിയാണ്. നെക്സ്റ്റ് വീണ്ടും ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്, ഒരു പോയമാണ്. Read the poem and answer to the questions given below. The poem is like this. Little things. Little drops of water, little grains of sand make the mighty ocean and the pleasant land. Thus, little minutes, humble though they be, make the mighty ages of eternity. So our little errors lead the soul away from the path of virtue, far in sin to stray. Little deeds of kindness, little words of love help to make earth happy, like the heaven above. So ഇതിനെ ബേസ് ചെയ്തിട്ട് 3 ചോദ്യങ്ങളുണ്ട്. Question number 13. Which makes the earth unhappy? Option A, kindness. Option B, love. Option C, virtues. Option D, errors. So the correct answer is option D, errors. Question number 14. How the earth is compared to? Options. Option A, heaven. B, land. C, ocean. D, sand. So the correct answer is option A, heaven. Last question. Question number 15.
what the poem tells about. Option A, every small thing has its own value. Option B, little things need not be counted. Option C, sand and water make the earth. Option D, little things have hardly any value in life. The correct answer is option A, every small thing has its own value. സോ 2018 ഫെബ്രുവരിയിലെ ഇംഗ്ലീഷ് പാർട്ട് ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്തൊരു സെഷനുമായി പിന്നീട് വരാം. അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു ഓൾ.